പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് താമരശ്ശേരി പോലീസ് അറിയിക്കുന്നത്, താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഫ്രഷ് കട്ട് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇറച്ചിപ്പാറ എന്ന സ്ഥലത്ത് 300 മീറ്റർ ചുറ്റളവിലും അമ്പായത്തോളിൽ നിന്ന് മുത്തനസ് ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ നല്ല കണ്ടിട്ടുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രഷ് കട്ടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഫ്രഷ് കട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലാണ്ടെങ്കിൽ ജസ്റ്റ് മസ്റ്റായിട്ട് പോയിട്ട് കാണേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. നമ്മൾ താമരശ്ശേരി കട്ടിപ്പാറ ഈ ഒരു ഭാഗത്തുള്ളൊരു സംഭവമാണിത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ പൈസൻ്റെ മേത്തിലൊരു പരുന്ത് പറക്കില്ല എന്ന് പറയുന്നത് കാര്യം തന്നെയാണ്. ഒരു ഭാഗത്ത് 3 ആൾക്കാരിലധികം അല്ലെങ്കിൽ 5 ആൾക്കാരിലൊക്കെ അധികം ഒരു സംഘമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ പോലീസ് വന്ന് മാറ്റും, ശക്തമായ നടപടി എടുക്കുന്നുള്ള രീതിയിലാണ് ഈ ഒരു സംഭവം. പറയാനുള്ളത് ഈ അധികാരികളൊക്കെ ഒരു 2 ആഴ്ച എങ്കിലും ആ ഒരു സ്ഥലത്ത് പോയി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അവരനുഭവിച്ചാലേ ഇതിൻ്റെ കാർഡിന് എന്താണ് അല്ലെങ്കിൽ അവർ പറയുന്നതിൽ കാര്യം ഉണ്ടോ എന്നൊക്കെ മനസ്സിലാവും. എന്തായാലും ഫ്രഷ് കട്ടിനെ കുറിച്ച് ഒരു നല്ല വീഡിയോ എന്തായാലും ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് കൈയാണെങ്കിൽ ഞാൻ ചെയ്യും. ഡീറ്റെയിൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുത്തനസ് ഈ ഒരു വീഡിയോ നിങ്ങൾ കയ്യിൽ നിന്ന് ഷെയർ ആക്കുക. അപ്പോൾ ഫ്രഷ് കട്ടിനെ കുറിച്ച് അറിയില്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ. പിന്നെ ഫ്രഷ് കട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അത് അവിടെയുള്ള നാട്ടുകാർക്കും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഡേഞ്ചർ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ കാര്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മളൊന്നും പറഞ്ഞാൽ തിരിയില്ല. അത് അവിടെ പോയി കുറച്ച് കാലം അല്ലെങ്കിൽ 1-2 ദിവസം അവിടെ നിന്നാലേ നമുക്ക് അതിൻ്റെ മനസ്സിലാവും. എങ്കിൽ ഇപ്പോൾ അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളും ഒന്നും പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അത് വാർത്തകളിൽ എത്രത്തോളം ഇടം നേടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്കൊന്നത് സാധാരണ കേസ് പോലെ 1-2-3 മാസം കൊണ്ട് ഇല്ലാതെ ഇപ്പോൾ ഒരു കേസായി മാറില്ല. കാരണം നാട്ടുകാർ മൊത്തം ഏറ്റെടുത്തൊരു കേസാണിത്, ഒരു പ്രതിഷേധമാണിത്. കുട്ടികളടക്കം നമ്മൾ വാർത്തകളിലും ന്യൂസുകളിലൊക്കെ കണ്ടതാണ്. അപ്പം പറയാനുള്ളത് ഇതെന്തായാലും നാട്ടുകാർ വിടൂല. അപ്പോൾ അധികൃതർക്കെതിരെയുള്ള ഇതിനെതിരെയുള്ള നടപടികൾ എന്തായാലും സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കുക, പിന്നെ ജസ്റ്റ് ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ഇതിൻ്റെ കാർഡിനെ അറിയണമെങ്കിൽ അവിടെ തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഓക്കെ. എന്ന് തീരും ഞങ്ങളൊരു ദുരിതം. കുളിക്കാൻ പറ്റുന്നില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ല. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ ഈ ദുരിതത്തിലുള്ള കാരണം. ഉദ്യോഗസ്ഥ ഗുണ്ടായുസം കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ചു. പഴക്കത്തിപ്പരമാണ് നമ്മൾ സ്വസ്ഥമായ ജീവിതമാണ് നഷ്ടപ്പെട്ടത്.